ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അത് പക്ഷേ കുറച്ച് ഫ്യൂഷൻ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നാടൻ സ്റ്റൈലും കുറച്ച് മോഡേൺ സ്റ്റൈലായിട്ടാണ് ഉണ്ടാക്കുന്നത്. മാഗി മസാലയാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടി. അതിനുവേണ്ടി ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്, അത് റോസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ, ക്യാരറ്റ്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള, പിന്നെ ഒരു പച്ചമുളക്. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, കരിഞ്ഞു പോകാതെ നോക്കണേ. പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി അത് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, മല്ലിയില നമുക്ക് വെന്തതിന് ശേഷം ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് വെജിറ്റബിൾ ഒന്ന് വേവിക്കുവാണേ. അതിനുശേഷം മാഗിയുടെ മാജിക് മസാല ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിന് മസാലയായിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ മാഗി മസാല ഹെൽത്തി ഒന്നുമല്ല. പിന്നെ വെജിറ്റബിളൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അത്രയും വെജിറ്റബിൾ പിള്ളേരുടെ വയറ്റിലോട്ട് ചെല്ലുമല്ലോ, അതിനുവേണ്ടി ഇടുന്നതാണ്, കുറച്ച് ടേസ്റ്റിന് വേണ്ടി. അല്ലാതെ ഇപ്പം മാഗി മസാല നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഗരം മസാല യൂസ് ചെയ്യാം, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ മസാല ടൈപ്പ്. ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഓട്സിന് ഞാൻ ആ കപ്പിൽ തന്നെ വെള്ളം എടുത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഓട്സ് പല സൈസിൻ്റെ ഇതുണ്ട്, അപ്പം വേവ് അനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് ചൂടുവെള്ളം എടുത്ത് സൈഡിൽ വെച്ചേക്കണം. വെള്ളം അഥവാ കുറവാണെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കണം. ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. ഓട്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാഗി മസാല മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളേ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. മാഗി മസാലയ്ക്ക് ഓൾറെഡി അതിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവേ. വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.